നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. പോക്സോ കേസിൽ രാജസ്ഥാൻ സ്വദേശി കൊട്ടിയം പോലീസിന്റെ പിടിയിൽ. രാജസ്ഥാൻ ബാർമർ വീട്ടിൽ ബിഡാറാമിന്റെ മകൻ 26 വയസ്സുള്ള നേമാറാമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: തിരുവനന്തപുരം കരമനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നേമാറാം കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവാണ്. കഴിഞ്ഞ 27-ാം തീയതി മൈലക്കാട് വെച്ച് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ കുട്ടിയോട് ജനനേന്ദ്രിയം പുറത്തിട്ട് നഗ്നത പ്രദർശിപ്പിക്കുകയും പിന്നീട് കുട്ടിയെ കടന്നുപിടിക്കാനും ശ്രമിച്ചു. ഇതിനെ തുടർന്ന് പേടിച്ചോടിയ കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊട്ടിയം പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. പ്രതി രാജസ്ഥാൻ സ്വദേശിയാണ്. പ്രതി ഇതുപോലെ ഇവിടെ ഈ ഇലക്ട്രിക് കടകളിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രതിക്ക് ഇങ്ങനൊരു മോഡസ് ഉള്ളതാണ്. ഈ എക്സിം പോലത്തുള്ള മോഡസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രതി ഇന്നലെ അതുപോലെ കളക്ഷന് വേണ്ടി വന്ന സമയത്തായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇതെങ്ങനെ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എടുത്തത്. സ്ഥിരം ഇങ്ങനെ വേറെ പരാതി വല്ലതും വന്നിട്ടുണ്ട്? ഇല്ല, കുറച്ച് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. നിലവിൽ മാത്രമേ. തുടർന്ന് കൊട്ടിയം പോലീസ് 5 ദിവസങ്ങളിലായി CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി രാജസ്ഥാൻ സ്വദേശിയായ നേമാറാമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇയാൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള കടകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനെ തുടർന്നാണ് കണ്ണനല്ലൂർ ഇലക്ട്രിക് ഷോപ്പിൽ പ്രതി എത്തിച്ചേർന്നതായി വിവരം ലഭിച്ചത്. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, വിഷ്ണു, അരുൺകുമാർ, CPOമാരായ ശംഭു, ഷമീർ തുടങ്ങിയവരാണ് പ്രതിയെ കണ്ണനല്ലൂരിൽ നിന്നും പിടികൂടിയത്. പ്രതി സമാനമായ കേസുകൾ നേരത്തെ നടത്തിയിട്ടുള്ളതായി ഉള്ള അറിവിനെ തുടർന്ന് പോലീസ് ഇയാളിൽ നിന്നും വിവരം ശേഖരിക്കുന്നു. വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യും.